ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ചു, കടുംചായയൊക്കെ കുടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ അതുകൊണ്ട് നല്ല മഴയാണ് പുറത്ത്. പിന്നെ നമ്മൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തേന് നമ്മൾ മത്തങ്ങ എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ശകലം മോരുണ്ട്, അതും കൂടെ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര മഴയാണ്, തുണിയൊക്കെ ഉണങ്ങാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമുക്ക് മോരിൻ്റെ കടുക് വറുക്കാം. അതുകൊണ്ട് മോരൊക്കെ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ നമുക്ക് സേമിയ ഉപ്പുമാവായിരുന്നു. അപ്പോൾ നമ്മൾ കട്ടൻ ചായ സേമിയ ഉപ്പുമാവൊക്കെ കഴിച്ചു. പിന്നെ നമുക്കിനി എരിശ്ശേരി വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ അത് നമ്മൾ മത്തങ്ങയൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോകുക. വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ടാണ് നമ്മൾ തേങ്ങ അരയ്ക്കുന്നത്. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് അങ്ങോട്ട് മിക്സ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മത്തങ്ങ നല്ലപോലെ വെന്ത് അതിനകത്തോട്ട് നമ്മൾ തേങ്ങ അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ വറുത്ത തേങ്ങ അരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞ് 4 മണിയായപ്പോഴത്തേക്കും നമ്മൾ ചായ എടുക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ സ്പ്രേയാണ്. അപ്പം നമ്മൾ അതെല്ലാം എടുത്ത് കലക്കിയൊക്കെ വെച്ചു വെള്ളം. അപ്പോഴത്തേനും 2 കപ്പ ഇരിപ്പുണ്ടായിരുന്നു. നമുക്കത് കപ്പ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കപ്പ കടുക് വറക്കാൻ പോവുകയാണ്. പുഴുക്കിന് കൊച്ചു അരിയുന്ന പോലെ അരിഞ്ഞിട്ട് നമ്മളത് അടുപ്പിലോട്ട് വെച്ച് പുഴുങ്ങിയതിന് ശേഷമാണ് തേങ്ങയൊക്കെ ഇട്ട് കടുക് വറക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ആയി. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ അതിൻ്റെ ചായയുടെ കൂടെ ശേഷം നമ്മൾ സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളതിൻ്റെ കപ്പയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായ സമൂസ നമുക്ക് കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കപ്പയൊന്ന് കടുക് വറുക്കാം. ആദ്യം കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ഉഴുന്നാണ് ഇട്ട് കൊടുത്തത്. ഉഴുന്നിട്ടതിന് ശേഷം അതിനകത്തോട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന കപ്പ ഇട്ട് കൊടുത്തു. പുഴുങ്ങി വെച്ചേക്കുന്ന കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നിട്ട് ഉപ്പൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ കപ്പയൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടാണ് നമ്മുടെ കൂട്ടുകുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളതൊക്കെ കൊടുത്തു. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്.